ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് മീൽ പ്രെപ്പാണ്. ഞാനൊരു 3 ദിവസത്തേക്കുള്ള ഫുഡാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോറും വൈകുന്നേരം അപ്പത്തിനുള്ള അരിയും വെള്ളത്തിലിടാം. കാരണം അത് കുതിരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഈവനിങ് എനിക്ക് ഈസിയാവും ഡിന്നർ ഉണ്ടാക്കാനായിട്ട്. ചോറ് കുറേ പേര് ചോദിച്ചു എൻ്റെ അടുത്ത് ഇൻസ്റ്റൻറ്റ് ബോട്ടിൽ എങ്ങനെയാണ് ചോറ് വെക്കുന്നത്. പലരും ഇവിടെ ചോറ് വെച്ചിട്ട് നമ്മുടെ മട്ട റൈസ് വെക്കുമ്പോൾ അത്ര ശരിയാവാറില്ല. അപ്പോൾ ഞാനിപ്പം മട്ട റൈസ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. പിന്നെ എൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് എനിക്ക് 1 മണിക്കൂറിൽ ഈ പരിപാടികളൊക്കെ തീർക്കുക. എനിക്ക് ഫുൾ ഡേ കിച്ചണിൽ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ കൂടുതലും മൾട്ടി ടാസ്കിങ് ആണ്. ഞാൻ ചെയ്യുന്നത് കൂട്ടത്തിൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ കുറച്ച് ദോശമാവ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പുതിയ ബാച്ച് ഇപ്പം ഉണ്ടാക്കില്ല. മിക്കവാറും വെഡ്നെസ്ഡേ പുതിയൊരു ബാച്ച് ഉണ്ടാക്കിയിരിക്കും. അല്ലെങ്കിൽ ഞാൻ സാറ്റർഡേ ഓർ സൺഡേ ആണ് പുതിയ ബാച്ച് ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഉണ്ട്. കാരണം ഈ വീക്കെൻഡ് നമ്മൾ അധികം വീട്ടിലില്ലാത്തതുകൊണ്ട് മാവ് കുറച്ച് ബാക്കി വന്നത് ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ചിക്കൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ 2 വെറൈറ്റി മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ കയറ്റുക, ഒരു കറി ഉണ്ടാക്കുക, പിന്നെ എന്തെങ്കിലും ഒരു തോരനും കൂടി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 ദിവസത്തേക്കുള്ളത് ഓടും. പിന്നെ ആ മാരിനേറ്റ് ചെയ്തത് വൈകുന്നേരം ഓഫീസിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോൾ പെട്ടെന്നൊരു 15-20 മിനിറ്റ്സിൽ കുക്ക് ചെയ്യാം. അതാണ് അപ്പോൾ ഇതുവരെ ഉള്ളൊരു പ്ലാൻ. നമുക്കാദ്യം ചോറ് വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടിയിലോട്ട് കിടക്കാം. കാരണം ചോറാവാനൊരു 30 മിനിറ്റ്സ് എന്തായാലും എടുക്കും. അപ്പം ഞാൻ ഇൻസ്റ്റൻറ്റ് ബോട്ടിലാണ് മട്ട റൈസ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് അരി കഴുകിയെടുക്കാം. ഇതിൽ തന്നെ ഞാൻ കഴുകണത്. അതിനുവേണ്ടി വേറെ പാത്രമൊന്നും യൂസ് ചെയ്യുന്നില്ല. ഞങ്ങൾ 2 അഡൽട്ട്സും 2 കിഡ്സും ആണ്. സോ ഞാനൊരു 2 to 3 ഡേയ്സിനുള്ള ചോറേ വെക്കാറുള്ളൂ. അപ്പോൾ 1 കപ്പ് അരി വെച്ച് കഴിഞ്ഞാൽ അത് 2 കപ്പായിട്ട് ഡബിൾ ആവും കുക്ക്ഡായി കഴിയുമ്പോൾ. പിന്നെ ഇത് ഏത് ബ്രാൻഡിൻ്റെ എൻ്റെ അടുത്ത് ചോദിക്കരുത്. കാരണം ഞങ്ങൾ ഓരോ പ്രാവശ്യം കേരള സ്റ്റോറിൽ പോകുമ്പോൾ ഓരോ ബ്രാൻഡാണ് വാങ്ങാറ്. നിറബറയുടെ കൂടുതൽ വാങ്ങാറുണ്ട്. പിന്നത്തെ എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നില്ല ഏത് ബ്രാൻഡാണെന്ന്. കാരണം ഇത് ഓൾറെഡി ഒരു കണ്ടെയ്നറിൽ തട്ടി വെച്ചേക്കുന്നതുകൊണ്ട് ബ്രാൻഡ് നെയിം എനിക്കറിയില്ല. എൻ്റെ കിച്ചൺ കുറച്ച് കുളമാണ്. എന്തായാലും കുക്ക് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാനുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ക്ലീൻ ചെയ്യുന്നില്ല. നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. സാധാരണ ഇത് വാഷ് ചെയ്യുമ്പോൾ ഒരു റെഡ് അഴുക്ക് വെള്ളം പോലെ വരും. സോ ഒരു 3-4 പ്രാവശ്യം ഞാൻ വാഷ് ചെയ്യാറുണ്ട് റൈസ് ക്ലീൻ ആവുന്നവരെ. 4 പ്രാവശ്യം വാഷ് ചെയ്തു. ഇൻസ്റ്റൻറ്റ് ബോട്ടിൽ ഈ മാക്സ് ലെവലുണ്ട് ഇവിടെ, അതുവരെ ഫുൾ വെള്ളം നിറച്ച് കൊടുക്കാം. എൻ്റെ പ്ലഗ് ചെയ്യട്ടെ. നമുക്കിതിലോട്ട് നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ച അരി നിറച്ച് വെച്ച് കൊടുക്കാം. ഇതിൽ യൂസ് ചെയ്യുന്ന സെറ്റിങ്സ് പ്രഷർ കുക്കർ 7 മിനിറ്റ്സ് ഹൈയിൽ, എന്നിട്ട് ഇതിൻ്റെ പ്രഷർ റിലീസ് 20 മിനിറ്റ്സ് കീപ്പ് വാമിലാണ് വെച്ചേക്കുന്നത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 7 മിനിറ്റ് പ്രഷർ കുക്കർ സെറ്റിങ്സിലിടാം. അപ്പോൾ കീപ്പ് വാമിൽ 20 മിനിറ്റ്സ് ഇരിക്കും. ആ 20 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രഷർ റിലീസ് ചെയ്തിട്ട് നമുക്ക് തുറക്കാം. അപ്പോഴേക്കും ചോറ് റെഡിയാണ്. എക്സസ് വാട്ടർ കാണും, അത് നമ്മൾ ഡ്രെയിൻ ചെയ്തെടുക്കണം. എനിക്കും മട്ട റൈസ് അത്ര നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയില്ലായിരുന്നു. ഞാൻ പ്രഷർ കുക്കറിലൊക്കെ ഇതുപോലെ വെച്ച് പല വിസിലിൻ്റെ ഇതൊക്കെ ട്രൈ ചെയ്ത് ഇതുപോലെ ഡ്രെയിൻ ചെയ്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നിരുന്നത്. 2 വർഷം മുമ്പ് ഏട്ടൻ്റെ കസിൻ സിയാറ്റിലുണ്ട്. അപ്പോൾ ചേച്ചീനെ കാണാൻ പോയപ്പോൾ ചേച്ചി ഇതുപോലെ ചോറ് വെക്കുന്നത് വളരെ ഈസിയാണ്. അപ്പം നമ്മളിത് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ്സ് വന്നു കഴിയുമ്പോൾ വന്ന് പ്രഷർ റിലീസ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്താൽ മതി. എനിക്ക് അതിനുശേഷം എപ്പോൾ ഉണ്ടാക്കിയാലും ചോറ് നന്നായിട്ട് വരാറുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബാക്കി ഞാൻ കാണിച്ചുതരാം. അപ്പോൾ 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മളിത് എടുത്തിട്ട് നമ്മൾ ഡ്രെയിൻ ചെയ്തെടുക്കും. സോ ചോറിനുള്ളത് റെഡി. അപ്പത്തിനുള്ള അരി വെള്ളത്തിലിടാം. ഞാനൊരു പാത്രത്തിൽ, എൻ്റെ അപ്പം പലപ്പോഴും ഹിറ്റ് ഓർ മിസ്സാണ്, പക്ഷേ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് ടൈമർ വെച്ചിട്ട് പണി തുടങ്ങാം. 60 മിനിറ്റ്സ്. 1.5 കപ്പ് ഇഡ്ഡലി റൈസാണ് ഞാൻ എടുക്കുന്നത്. ഇത് ലക്ഷ്മി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇഡ്ഡലി റൈസാണ്. അപ്പോൾ ഞാൻ അപ്പത്തിനുള്ള റൈസും കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അരയ്ക്കാൻ പറ്റും. പിന്നെ ഇന്ന് വൈകുന്നേരത്തേക്ക് ആയതുകൊണ്ട് 1 മണിക്കൂറൊക്കെ മതി പൊന്താൻ. കാരണം ഞാൻ ഈസ്റ്റ് ഇട്ടിട്ടാണ് അപ്പം ഉണ്ടാക്കാറ്. ഇനി ഞാൻ പോയി ചിക്കൻ എടുത്തിട്ട് വരട്ടെ. നമുക്ക് ചിക്കൻ്റെ പ്രെപ്പ് തുടങ്ങാം. ഓൾറെഡി ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞു. ഞാനൊരു ഫാമിലി പാക്ക് ചിക്കൻ തൈസ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തൈസ് വാങ്ങാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ തൈസ് ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞ് ഹീറ്റ് ചെയ്താലും നന്നായിട്ടിരിക്കും. ചിക്കൻ ബ്രസ്റ്റാണ് പണ്ടൊക്കെ ഞങ്ങൾ ഡയറ്റ് ചെയ്തിരുന്ന സമയത്തൊക്കെ കൂടുതൽ കഴിച്ചിരുന്നത്. ചിക്കൻ ബ്രസ്റ്റ് ഭയങ്കര ഡ്രൈ ആണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് തൈസ് തന്നെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ചിക്കൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കി സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറേ ടൈം സേവ് ചെയ്യാൻ പറ്റും.
ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ മേത്ത് തെറിച്ചാലോ. സോ ഞാൻ ഒരു ഹാക്ക് പറഞ്ഞുതരാം. ചിക്കൻ്റെയൊക്കെ തൊലി, തൈസിൻ്റെയൊക്കെ തൊലി കളയണമെങ്കിൽ ഇതുപോലെ ഒരു ടിഷ്യൂ കൂട്ടി പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങ് പോരും, തെന്നി വരില്ല. നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഉണ്ടാക്കാനുള്ള ചിക്കൻ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ മാരിനേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് വേണ്ട സ്പൈസസ് ചേർക്കാം. സോൾട്ട്, പെപ്പർ, സത്താർ സീസണിങ്, ഗാർലിക് വേണം, ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, കുറച്ച് ഗരം മസാല, ഒരു ടേബിൾ സ്പൂൺ യോഗേർട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയെല്ലാം ഞാൻ ഇനി കുക്ക് ചെയ്യണ സമയത്ത് ചേർക്കുള്ളൂ. സോ ദിസ് ഈസ് റെഡി. നൗ വി ക്യാൻ പാക്ക് ഇറ്റ് ഇൻ എ സിപ്പ് ലോക്ക്. അപ്പോൾ ഫസ്റ്റ് മാരിനേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു സിപ്പ് ലോക്ക് ബാഗിലിട്ടിട്ട് ലേബൽ ചെയ്ത് വെക്കാം. എൻ്റെ എല്ലാം വലിയ സിപ്പ് ലോക്ക് ബാഗൊക്കെ തീർന്നിരിക്കുകയാണ്. ഐ നീഡ് ടു ബൈ ഇറ്റ്. അപ്പം ഞാനിതിൽ പേരും ഡേറ്റും എഴുതും സാധാരണ. അപ്പം ഞാനിതിൽ പേരും ഡേറ്റും എഴുതിയിട്ടുണ്ട്. മിക്കവാറും ഇത് ഈ ആഴ്ച തന്നെ എടുക്കാനുള്ളതാണ്. പക്ഷേ ഇൻ കേസ് ഇഫ് വി ഡിൻ ഡു ഇറ്റ്, നമ്മൾ പുറത്തൊക്കെ പോയി കഴിച്ചു, അല്ലെങ്കിൽ വേറെ ഫുഡ് ഉണ്ടായിരുന്നു തീർന്നില്ലെങ്കിൽ, ദിസ് വിൽ ബി ഗുഡ് ഫോർ നെക്സ്റ്റ് 3 months ഇൻ ദ ഫ്രീസർ. അപ്പോൾ നമുക്കിത് ഫ്രീസറിൽ കയറ്റാം. ഞങ്ങൾക്ക് ഗരാജിൽ ഒരു എക്സ്റ്റേണൽ ഫ്രീസറുണ്ട്. അപ്പോൾ ഇതുപോലെ മീൽ പ്രിപ്പ് ചെയ്തിടുന്നതെല്ലാം അവിടെ തന്നെ ഇടാറ്. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ എടുത്ത് വെച്ചതേ ഉള്ളൂ. നമുക്കിനി അടുത്തതിനുള്ള പരിപാടി നോക്കാം. പിന്നെ ഞാൻ ഒരുപാട് എരിവില്ലാത്ത മാരിനേറ്റ്സാണ് കൂടുതൽ ഉണ്ടാക്കാറ്, പിള്ളേർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. ചെറിയ എരിവൊക്കെ കഴിക്കും. സിദ്ധുവിന് ഇഷ്ടമാണ്, പക്ഷെ മീയയ്ക്ക് അത്ര ഇഷ്ടമല്ല. സോ ഇതേ പാത്രം തന്നെ യൂസ് ചെയ്യാം, ഒരുപാട് കഴിവുണ്ടല്ലോ. സോ നെക്സ്റ്റ് സെയിം പ്രോസസ്സ് തന്നെ. ആദ്യം നമുക്ക് ചിക്കൻ ഇട്ടിട്ട് ബാക്കിയുള്ള മസാലയൊക്കെ മിക്സ് ചെയ്യാം. ആദ്യം തന്നെ സോൾട്ട്, പെപ്പർ, പിന്നെ ഈ മിസ്റ്റർ ഡാഷ് സീസണിങ്, ഗാർലിക് പൗഡർ, red pepper flakes, ക്യൂമിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ പൊടിച്ചിട്ടേക്കാം. ഒറിഗാനോ. ഇതിനങ്ങനെ കണക്കൊന്നുമില്ല കേട്ടോ, എല്ലാം ഐബോളിംഗ് ആണ്. കുറച്ച് മുളക് പൊടി, ഒലീവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ, കുറച്ച് മല്ലിയില. നന്നായിട്ട് മിക്സ് ചെയ്യാം.
പിന്നെ ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതൊരു ചിപ്പോട്ട്ലി സ്റ്റൈൽ ചിക്കനാണ്. നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ. നമുക്കിത് എയർ ഫ്രൈ ചെയ്യാനും പറ്റും സമയമുണ്ടെങ്കിൽ. ഒരു സാധനം മറന്നു, ഓണിയൻ പൗഡർ. നമുക്ക് സമയമില്ലാത്തപ്പോൾ ഇന്ത്യൻ കുക്കിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണം, കുറേ സമയം സ്റ്റൗവിൻ്റെ അടുത്ത് നിൽക്കണം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതൊക്കെ എടുത്തുണ്ടാക്കാം. അപ്പോൾ ഇത് റെഡി, നമുക്ക് സിപ്പ് ലോക്കിലാക്കാം. ഞാൻ ഫ്രീസറിലോട്ട് വെക്കട്ടെ. നമ്മൾ ഓൾറെഡി 39 മിനിറ്റ്സ് ആയി. മാറിപ്പോയി. ഫ്രീസറിലോട്ട് വെക്കട്ടെ. പിന്നെ നമുക്ക് 38 മിനിറ്റ്സ് ബാക്കിയുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ചിക്കൻ കറി വെക്കാം. ഞാനൊരു മോര് കറി വെക്കാമെന്ന് വിചാരിച്ചു, പെട്ടെന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ചോറ് കീപ്പ് വാമിൽ 16 മിനിറ്റ്സ് ആയി. ഒരു 4 മിനിറ്റ്സും കൂടി കഴിഞ്ഞാൽ നമുക്കത് ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പോഴേക്കും ചോറ് റെഡി. എനിക്ക് എന്തെങ്കിലും ഒരു വെജിയും കൂടി വേണം. സാധാരണ ഈ ചിക്കൻസിൻ്റെ കൂടെയൊക്കെ ഞങ്ങൾ റായ്ത്ത പോലെയാണ് ഉണ്ടാക്കാറ്, ക്യുക്കമ്പറൊക്കെ യൂസ് ചെയ്തിട്ട്. ഇന്നിപ്പോൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ എന്താ ഉള്ളതെന്ന് നോക്കിയിട്ട് തോരനോ, പിന്നെ ആക്ച്വലി സാറ്റർഡേയിലെ ചെറുപയറുണ്ട്, പക്ഷെ അത് ഇന്ന് എടുത്ത് തീർക്കണം. അപ്പോൾ നാളത്തേക്ക് ഒരു തോരനും ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിക്കൻ കറിയും മോര് കറിയും പിന്നെ വേറെ കുറച്ച് സാധനങ്ങളും കൂടി കാണും. അങ്ങനെ പിന്നെ ചിക്കൻ കറി രാത്രി അപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ മീൽ പ്രെപ്പ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകാറില്ല. കാരണം ഒന്ന് ഐ എം നോട്ട് എ പ്രോ ഇൻ കുക്കിംഗ്. എനിക്കെപ്പോഴും ഞാൻ മറ്റുള്ളവരുടെ റെസിപ്പീസ് നോക്കിയിട്ടാണ് കൂടുതൽ കുക്ക് ചെയ്യുന്നത്. പക്ഷേ ചില റെസിപ്പീസ്, ഇപ്പോൾ ചിക്കൻ കറി, മോര് കറി, അതൊക്കെ എൻ്റെ ഓൺ ബാക്ക് ഓഫ് മൈ ഹെഡ് എനിക്കറിയാം. സോ ഇറ്റ്സ് ഈസിയർ ഫോർ മീ ടു ഡു ഇറ്റ്. പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കടായി അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനിതൊക്കെ റെഫർ ചെയ്ത് നോക്കി ചെയ്യുമ്പോൾ എനിക്ക് ടൈം എടുക്കും. അപ്പോൾ ഇതൊന്നും 1 മണിക്കൂറിൽ എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ കീപ്പ് വാം സെറ്റിങ്സ് ക്യാൻസൽ ചെയ്തു, ഇത് ഓഫ് ചെയ്തു. ഇനി ഇതിൻ്റെ വിസിൽ ഓട്ടോമാറ്റിക്കലി റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. ഇഞ്ചിയും ഗാർലിക്കും ചതച്ചെടുക്കുക. ഞാനിപ്പോൾ ഉള്ളി വഴണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഉള്ളി വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് തക്കാളി അരിഞ്ഞ് വെക്കാം. മോര് കറി ഓൾമോസ്റ്റ് ആയി. ഇനി അതൊന്ന് കൂൾ ഡൗൺ ചെയ്താൽ നമുക്ക് പിന്നെ ചെറുപയറുണ്ട്. തോരൻ മിക്കവാറും ഞാനിപ്പോൾ ഉണ്ടാക്കില്ല. ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ അത്യാവശ്യം സമയമായി. ഇനി ഒരു 25 മിനിറ്റും കൂടെ ഉള്ളൂ. കുറേ നേരമല്ലേ നിൽക്കുന്നു, ഞാൻ ടയേർഡായി തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ വിസിൽ പോയി കഴിഞ്ഞിട്ട് നമുക്കിത് മാറ്റാം. അപ്പം മോര് കറി റെഡി. നമുക്കിനി 24 മിനിറ്റ്സും കൂടി ഉണ്ട്. ഏട്ടാ വന്നാ? വന്നല്ല, വിശക്കണോ? മോര് കറി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി ആവണല്ലേ ഉള്ളൂ. ഞാനെന്തോന്ന് സൂപ്പർ വുമനാ? ചിക്കൻ കറി 2 മിനിറ്റിലുണ്ടാക്കാൻ. ഏട്ടൻ പോകുമ്പോൾ ഞാൻ ചിക്കൻ പൊട്ടിച്ചിട്ട് പോലും ഇല്ല. ഓരഞ്ച് പോലും. ചെറുപയറും ഉണ്ട്. ഭയങ്കര പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞു. 5 മിനിറ്റും കൂടി ഉണ്ട്. നമുക്കിനി ചോറ് റെഡിയായി കാണും. അപ്പം അത് സ്ട്രെയിൻ ചെയ്യാം. വെക്കാം. ചോറ് റെഡി. കണ്ടോ, നല്ല മണിയായിട്ട് വിട്ടിരിക്കും മട്ട റൈസ്.
അപ്പോൾ നമ്മുടെ പണിയൊക്കെ എല്ലാം കഴിഞ്ഞു. ചിക്കൻ കറി ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. മോര് കറി റെഡി. 2 ചിക്കൻ പ്രിപ്പ് ചെയ്തിട്ട് ഫ്രീസറിൽ കയറ്റിയിട്ടുണ്ട്. ഞാൻ ഇത്ര നേരം ഇവിടെ ഇരുന്ന് മുന്തിരിയൊക്കെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എൻ്റെ വിശപ്പ് പോയി. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാം. എന്തെങ്കിലും TV എന്തെങ്കിലും കണ്ട് ഇനി കുറച്ച് നേരം റെസ്റ്റ്. ഇനി ക്ലീനിങ് ബാക്കിയുണ്ട്. പക്ഷെ എനിക്ക് ഇനി നിൽക്കാനുള്ള ആമ്പിയറില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ക്ലീനിങ് ചെയ്യാം. അല്ലെങ്കിൽ വൈകുന്നേരം ഫുൾ വീഡിയോ ഒതുക്കുന്ന സമയത്ത് ക്ലീനിങ് ചെയ്യാം. ഫോണൊക്കെ നോക്കി ഇരുന്ന് സമയം പോയതറിയില്ല. മണി 2 നമുക്കിനി നേരത്തെ ഉണ്ടാക്കിയ കറികളൊക്കെ കൂട്ടി ചോറുണ്ട്. ലോലിരിക്കണമൊക്കെ കോമഡി ആയിട്ടുണ്ട്. എടാ ഭയങ്കര ഗാംഭീര്യത്തോടു കൂടി ഇരിക്കുകയാണ്. കുഴപ്പമില്ല, 2 സെക്കൻഡ് അല്ലേ. മെയിലെടുത്തായിരുന്നു കേട്ടാ. സീരിയലല്ല, കുറെ ചവറ് വെയിൽ കാണും. ഏട്ടാ കൊറിയൻ സീരിയലിൽ കാണാമല്ലോ. ഇപ്പൊ ഷർട്ട് ഒരു തരണം. ഏത് ഈ ചവറിൻ്റെ കൊള്ളാം. ഇനി സാരമില്ല. ഫോൾ ഡെക്കറേഷൻസ് ഒക്കെ ക്ലിയർ ചെയ്യണം. അങ്ങനെ തുണി മടക്കി വെക്കാനുണ്ട്. ഇതെന്താ ഈ ഹോളിഡേ ദിവസങ്ങളൊക്കെ പെട്ടെന്ന് തീർന്നു. വർക്കിംഗ് ഡേ ഏതെങ്കിലും വെയിലുള്ള സ്പോട്ട് പോയി നിൽക്കാം. അപ്പൊ ഹാലോവീനൊക്കെ കഴിഞ്ഞില്ലേ. അപ്പൊ ഇതുവരെയുള്ള ഫോൾ ആൻഡ് ഹാലോവീൻ്റെ ഡെക്കറേഷനൊക്കെ പാക്ക് ചെയ്യാൻ പോവുക. അപ്പുറത്ത് പോയി സ്പൈഡർ എടുത്തിട്ടോ. സ്പൈഡർ ഇട്. സ്പൈഡറിൻ്റെ കാല് ചെറുതാക്കേണ്ടി വരും. അമ്മ വിൽ ഫിക്സ് ദിസ്. പുട്ട് ദ സ്മോൾ വൺസ്. എടുത്തിട്ടോ. ചെല്ല്, ബാസ്ക്കറ്റിലിട്ട് പോയി. നല്ല വെയിലല്ലേ. ഞാനിത് ബേസ്മെൻറ്റിൽ വെച്ചിട്ട് വരാം. 2 പേരും കൂടി ഇരുന്ന് വെഡ്നെസ്ഡേ എന്ന് പറഞ്ഞതിൻ്റെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ നമ്മളുടെ നേരത്തെ ക്ലീനിങ്ങിൻ്റെയൊക്കെ കിച്ചൺ കുളമായതൊക്കെ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചു. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. പാത്രം ഡിഷ് വാഷറിൽ കയറ്റി ഇനി ഇവിടെയൊക്കെ തുടക്കുകയൊക്കെ വേണം. ഞാൻ കോഫിയൊക്കെ കുടിച്ചു. ഇപ്പോൾ ഇവിടെ സമയം 4:52 ആയിട്ടുള്ളേ. ഞാൻ എൻ്റെ ഈ ലൈറ്റ് ഇല്ലെങ്കിൽ ഇത് ഫുള്ള് ഇരുട്ടാണ്. ഞാൻ കാണിച്ചു തരാം. പുറത്ത് ഫുള്ള് ഇരുട്ടാണ്. ഇപ്പോൾ സൺസെറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കളർ ചേഞ്ച് കാണാം സ്കൈയിൽ. കിട്ടിയ ചാൻസിന് ലോല ഓടി. എടാ, അപ്പം ഞാനിനി ഡിന്നറിനുള്ള അപ്പത്തിന് അരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഫുൾ ത്രൂ ഔട്ട് എടുക്കുമ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം അതൊരു 4 മണിക്കൂറിൻ്റെ ഫുട്ടേജൊക്കെ വരും. അതിൻ്റെ ഇടയ്ക്ക് ചുമ്മാ ഞാൻ നെറ്റ്ഫ്ലിക്സൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ മിയയുടെ കൂടെയൊക്കെ ഇരുന്ന് ഏട്ടൻ പോയി സിദ്ധുവിനെ വിളിച്ചിട്ട് വന്ന്. ചിക്കൻ കറി ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല അപ്പവും ചിക്കൻ കറിയും കഴിക്കാം. ഈ 4:30 ആകുമ്പോൾ തന്നെ ഇരുട്ടാവുമ്പോൾ നമുക്ക് ഭയങ്കര അയ്യോ ദിവസം തീരാറായി എന്നുള്ളൊരു ഫീലിംഗ് എനിക്കിപ്പോൾ ഓൾറെഡി വന്നു തുടങ്ങി. എനിക്കിനി എന്തെങ്കിലും കഴിച്ച് എവിടെയെങ്കിലും കിടന്നാൽ മതി. പക്ഷേ സമയം 5 മണി പോലും ആയിട്ടില്ല. മൂണും വന്നു തുടങ്ങിയിട്ടുണ്ട്. കാണാമോ എന്തോ, അതെ കാണാമോ എന്നറിയില്ല. അതന്നെ മൂണും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ക്ലീനിങ്ങിൻ്റെ റീലെടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് അപ്പത്തിന് അരയ്ക്കാം. അപ്പം ലോല വാടാ, കയറ് വാ, തണുപ്പാണ്, വാ കയറ്. പോയി വല്ല അണ്ണാനെ കണ്ട് പോയി. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പം നെക്സ്റ്റ് നമുക്ക് അപ്പത്തിനുള്ള മാവ് അരയ്ക്കാനായിട്ട് ഞാൻ വിറ്റാമിക്സിൻ്റെ ചെറിയ മിക്സിയിലാണ് അരയ്ക്കുന്നത്. കാരണം അധികം മാവില്ല എനിക്ക്. ഇതിലോട്ട് നേരത്തെ എടുത്ത് വെച്ച അരി, നമ്മൾ നേരത്തെ കാലത്ത് കുതിർത്ത് വെച്ച അരി ഞാൻ മെജോറിറ്റി വെള്ളം കളഞ്ഞ് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറില്ലേ,
ഫ്രഷ് ചോറ് വേണമെന്നില്ല, ഫ്രിഡ്ജിലുണ്ടാക്കിയ ചോറായാലും അതിൽ നിന്നൊരു ഒരു പിടി പോലത്തെ ചോറിട്ട് കൊടുക്കുക. ഇനി തേങ്ങ, കുറച്ച് ഉപ്പ്, ഒരു അര ടീസ്പൂണൊക്കെ ഒരു ഉപ്പ്, അല്ലെങ്കിൽ മാവിലുപ്പ് ചേർത്താലും മതി. 1 ടീസ്പൂൺ ഷുഗർ. നമുക്ക് മധുരമുള്ള അപ്പം ഇഷ്ടമെങ്കിൽ 2 ടീസ്പൂണൊക്കെ ചേർക്കാം. ഇതൊരു അരക്കപ്പ് തേങ്ങയൊക്കെ കാണും, കാരണം ഞാൻ 1.5 കപ്പ് അരിയല്ലേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ട ഏറ്റവും അത്യാവശ്യ സാധനം ഈസ്റ്റ്. ഞാൻ ഈ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് എനിക്ക് ഏറ്റവും വർക്ക് ചെയ്ത പോലെ ഫീൽ ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 3 ടീസ്പൂണാണ്. സോ 3 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് പൊന്താൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഇടുന്നത്. അപ്പോൾ നമുക്ക് 1 മണിക്കൂറിൽ അപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ അരയ്ക്കുന്നതിൻ്റെ ഒപ്പമാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നന്നായിട്ട് വരില്ല. ഒന്നുകൂടെ ഇത്തിരി വെള്ളം പോലെ ആവാനുണ്ട്. ഞാനിത് സാധാരണ എൻ്റെ എയർ ഫ്രയർ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്ത് വെക്കാറാണ് പതിവ്. നമുക്കിന്ന് വേണമെങ്കിൽ ഇൻസ്റ്റൻറ്റ് ബോട്ടിലും ട്രൈ ചെയ്ത് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എയർ ഫ്രയറിൽ വെച്ചപ്പോൾ ഒരുപാട് പൊന്തിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കുറച്ച് എയർ ഫ്രയറിലും ബാക്കി ഇൻസ്റ്റൻറ്റ് ബോട്ടിലാണ് വെക്കാൻ പോകുന്നത്. കാരണം എയർ ഫ്രയറിൽ ഞാൻ വെക്കുന്നത് പെട്ടെന്നാവുമെന്ന് എനിക്കറിയാം. എയർ ഫ്രയർ എന്ന് പറഞ്ഞാൽ എയർ ഫ്രയർ ഓൺ ചെയ്തിട്ടല്ല വെക്കുന്നത്. ഇപ്പോൾ എയർ ഫ്രയറിൽ ഞാനൊരു 2-3 മിനിറ്റ് ഇത് ചൂടാക്കാൻ വേണ്ടി ഇടും. എന്നിട്ട് ഇത് ചൂടായി കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്യും. അപ്പോൾ അത് ചൂടായിട്ട് നമുക്കതിലോട്ട് വെക്കാം. അപ്പോഴേക്ക് ഇത് ഒഴിക്കട്ടെ ഇതിലോട്ട്. ഇതിൽ നമുക്ക് 1 മണിക്കൂർ വെച്ച് നോക്കാം, എന്നിട്ട് വേണമെങ്കിൽ കൂടുതൽ സമയം ആഡ് ചെയ്യാം. നമുക്കൊരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ 30 മിനിറ്റ്സ് വെക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിയുള്ള തുടയ്ക്കലും പരിപാടികളിലോട്ടൊക്കെ കിടക്കട്ടെ. ഇപ്പോൾ 40 മിനിറ്റ്സ് ആയി. നമ്മുടെ അപ്പം പൊന്തിയിട്ടുണ്ട്. എയർ ഫ്രയറിൽ വെച്ച മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് പോട്ടിൻ്റെ അവസ്ഥ, ഇൻസ്റ്റൻറ്റ് പോട്ടിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. രണ്ടിനും ഓൾമോസ്റ്റ് സെയിം എഫക്റ്റ് ആണെന്ന് തോന്നണം. അപ്പോൾ ഇനി തൊട്ട് ഞാൻ ഇൻസ്റ്റൻറ്റ് പോട്ടിൽ തന്നെ അപ്പം ഉണ്ടാക്കുന്നുള്ളൂ. സോ നമുക്കിത് ആദ്യം ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. പരിപാടികളൊക്കെ ഒരുവിധം കഴിഞ്ഞു. എനിക്ക് നാളെ ഇനി പോകേണ്ടതുകൊണ്ട് ഇന്ന് നേരത്തെ കിടക്കണം. വിചാരിച്ച പോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റി. അടിപൊളിയായിട്ടുണ്ട്. ഫീലിംഗ് വെരി ടയേർഡ്. എല്ലാവരും ഭയങ്കര ടയേർഡ് ഫീൽ ചെയ്യുന്ന ഒരു ദിവസമാണ്, അറിഞ്ഞുകൂടെ എന്താണെന്ന്. അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ നാളെ പോണതിൻ്റെ ഒരു മടിയുണ്ട് ചെറുതായിട്ട്. ഇവരെയൊക്കെ കുളിപ്പിക്കണം, എനിക്കും ഫ്രഷായിട്ട് കിടക്കണം. ഡിഷസൊക്കെ ഓൾറെഡി ചെയ്തു. ഇപ്പോൾ വരുന്ന 2-3 ഡിഷസിന് ഞാൻ നാളെ ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ലേറ്റസ്റ്റ് വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.